ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. പ്രഭാവതി പ്രതാപനോട് പറയുകയാണ്, ആ വളകള് അന്ന് എനിക്ക് കൊറിയർ അയച്ചു. അതിനുശേഷം ആ ഫോട്ടോ, ഇതെല്ലാം വിശാല് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അവന് എന്നെ എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഇനി അധികം വെച്ചു പൊറപ്പിക്കാനാകില്ലല്ലോ. അതുകൊണ്ടാണ് അവന്റെ പിറന്നാൾ ദിനത്തിന്റെ അന്ന് തന്നെ അവനെ അവന്റെ അമ്മയുടെ അടുത്തേക്ക് അയക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഇത് കേൾക്കുന്ന പ്രതാപം പറയുകയാണ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ ചേച്ചിയുടെ തീരുമാനം എന്തുകൊണ്ടും ശരി തന്നെയാണ്. തുടർന്ന് പ്രതാപം പറയുകയാണ്, ഞാനേ എന്റെ കൈ പോയി കഴുകട്ടെ. ചിലപ്പോ മെഴുകുതിരി കത്തിക്കുമ്പോൾ ആദ്യം ഞാനായിരിക്കും നിന്ന് കത്തുക. പിന്നീട് കാണിക്കുന്നത് പാറുവിനെയാണ്. പാറു വിശാലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വിശാൽ സാറെന്ന് പാറു വിളിച്ചുകൊണ്ടേയിരിക്കുമ്പോ വിശാൽ പറയുകയാണ്, ഞാൻ ബിസിയാണെന്ന് നിനക്ക് കണ്ടിട്ടെന്താ മനസ്സിലാകുന്നില്ലേ? അത് പിന്നെ വിശാൽ സാർ, ഞാനൊരു കാര്യം പറയാനാ വന്നത്. എന്താ കാര്യമെന്ന് വിശാൽ ചോദിക്കുമ്പോ തന്റെ കൈ പിന്നിലേക്ക് മറച്ചുവെച്ച് എന്തോ നോക്കുകയാണ് പാറു. എന്താ കാര്യമെന്ന് വിശാൽ ചോദിക്കുമ്പോ പാറു പറയുകയാണ്, വിഷു. വിഷുവോ? അതിന് വിഷു ആയില്ലല്ലോ എന്ന് വിശാല് പറയുമ്പോ അതല്ലെന്ന് പറഞ്ഞ് പാറു തന്റെ കയ്യിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കി വിശാലിനോട് പറയുകയാണ്, വിഷ് യു മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഇത് കേൾക്കുന്ന വിശാല് പാറുവിന്റെ കൈ വാങ്ങി നോക്കിയിട്ട് പറയുകയാണ്, എന്റെ പാർവതി, നീ എന്നെ മലയാളത്തിൽ വിഷ് ചെയ്താൽ പോരായിരുന്നോ? എനിക്ക് നീ എന്നെ മലയാളത്തിൽ വിഷ് ചെയ്യുന്നത് കേൾക്കാനാ ഇഷ്ടവും. അത് പിന്നെ വിശാൽ സാറിനെ എല്ലാവരും ഇംഗ്ലീഷിലായിരിക്കില്ലേ ആശംസകൾ അറിയിക്കുക. അതുകൊണ്ടാ ഞാനും ഇംഗ്ലീഷിൽ തന്നെ പറയാമെന്ന് കരുതിയത്. തുടർന്ന് വിശാൽ പറയുകയാണ്, എന്താണെങ്കിലും നീ ഇംഗ്ലീഷ് രീതിയാണല്ലോ ആഗ്രഹിച്ചത്. അപ്പോ എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷ് രീതിയിൽ തന്നെ ആകട്ടെ. ഞാൻ പറയുന്നത് പാർവതിക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇല്ല. സാർ എന്താ ഉദ്ദേശിച്ചത്? അത് പിന്നെ ഇംഗ്ലീഷിൽ നീ എന്നെ വിഷ് ചെയ്താലേ ഞാൻ നിന്നോട് താങ്ക് യു വെരി മച്ച് എന്ന് പറയണം. പിന്നെ നിന്റെ രണ്ട് കൈയും ഇങ്ങനെ ചേർത്ത് പിടിച്ച് പയ്യെ പയ്യെ എന്ന് പറഞ്ഞ് പാറുവിനെ ചേർത്ത് പിടിക്കുകയാണ് വിശാൽ. ഇത് കേൾക്കുന്ന പാറു വിശാലിനെ തള്ളി മാറ്റിയിട്ട് ചോദിക്കുകയാണ്, അപ്പോ ഇംഗ്ലീഷിൽ വിഷ് ചെയ്യുന്ന എല്ലാവരെയും സാറ് ഇങ്ങനെ കെട്ടിപ്പിടിക്കുമോ? അതിനെന്താ, ഞാൻ ചെയ്യുമെന്ന് വിശാല് പറയുമ്പോ ദേഷ്യത്തോടെ തിരിഞ്ഞു നിന്നിട്ട് പാറു ചോദിക്കുകയാണ്, അപ്പോ ഈ ചുണ്ടത്തൊക്കെ ഓരോന്ന് വാരി തേച്ച് വരുന്ന പെൺകുട്ടികളും വിശാൽ സാറിനെ വിഷ് ചെയ്യുമ്പോൾ അവരെയും കെട്ടിപ്പിടിക്കുമോ? ഇത് കേൾക്കുന്ന വിശാല് പൊട്ടിച്ചിരിക്കുമ്പോ പാറു ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, എന്താ? എന്റെ പാർവതി, എല്ലാത്തിനും അതിൻ്റെതായ രീതികളുണ്ടല്ലോ. ഫ്രണ്ട്സ് വിഷ് ചെയ്യുന്ന പോലെയല്ലല്ലോ ഭാര്യ വിഷ് ചെയ്യുന്നത്. അതേപോലെ ഭാര്യ വിഷ് ചെയ്താൽ നിർബന്ധമാണ് ഈ കെട്ടിപ്പിടുത്തമെന്ന് പറഞ്ഞ് പാറുവിനെ കെട്ടിപ്പിടിക്കുകയാണ് വിശാൽ. എന്താ ഇതെന്ന് പറഞ്ഞ് വിശാലിനെ തള്ളി മാറ്റിയിട്ട് പാറു പറയുകയാണ്, ഞാൻ വന്നത് മറ്റൊരു കാര്യം കൂടി പറയാനാണ്. പിറന്നാൾ ദിനത്തിലെ പിറന്നാളുകാരൻ ആദ്യം ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങണം. ഏത് ക്ഷേത്രത്തിലാ പോകേണ്ടതെന്ന് പാറു ചോദിക്കുമ്പോൾ ഇവിടെ അടുത്തൊരു ദുർഗാദേവിയുടെ ക്ഷേത്രമുണ്ടെന്നും സാറ് പെട്ടെന്ന് വേഷം മാറിയിട്ട് വരികയാണെങ്കിൽ ഞാനും വേഷം മാറി വരാമെന്ന് പാറു പറയുന്നു. തുടർന്ന് വിശാൽ പറയുകയാണ്, ഇംഗ്ലീഷ് ആചാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും നടന്നില്ലല്ലോ. ഇത് കേൾക്കുന്ന പാറു വിശാലിന്റെ കവളത്തൊന്ന് തട്ടിയിട്ട് പറയുകയാണ്, ക്ഷേത്രത്തിൽ പോകാൻ നേരമാ കിന്നാരവും കൊണ്ട് വന്നിരിക്കുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് പാറു ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പാറുവിനെയും വിശാലിനെയുമാണ്. തുടർന്ന് പാറുവിനും വിശാലിനും പ്രസാദം കൊടുത്തിട്ട് തിരുമേനി പറയുകയാണ്, ശത്രു സംഹാര പൂജ നടത്തിയാൽ മാത്രം പോരാ, കുലദേവതകളെയും പ്രീതിപ്പെടുത്തണം. അതിന് പൂജ നടത്തണം. വീട്ടില് പൂജ അറിയാവുന്ന ഈശ്വര ചൈതന്യമുള്ളൊരു പെൺകുട്ടിയുണ്ടല്ലോ, ഞാനതെല്ലാം ചെയ്തോളാമെന്ന് പാറു പറയുന്നു. തുടർന്ന് ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വിശാല് പാറുവിനും പാറു വിശാലിനും പ്രസാദം തൊട്ടു കൊടുക്കുകയാണ്. അല്ല പാർവതി, ഈശ്വര ചൈതന്യമുള്ളൊരു പെൺകുട്ടി വീട്ടിലുണ്ടെന്നും പൂജ ചെയ്യണമെന്നും പറഞ്ഞപ്പോ നിനക്കെങ്ങനെ മനസ്സിലായി അത് നിന്നെയാണെന്ന്? അത് വിശാൽ സാർ, എനിക്കല്പം ജ്യോതിഷമൊക്കെ കൈവശമുണ്ടേ. എന്താണെങ്കിലും വിശാൽ സാറിന് വേണ്ടി പൂജ ചെയ്യണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. ഒരർത്ഥത്തിൽ പറയുകയാണെ പാർവതി, നീ എന്റെ ഭാര്യ മാത്രമല്ല, എന്റെ ബോഡി ഗാർഡ് കൂടിയാ. പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. ശേഖർ തന്റെ മുറിവ് ഡ്രസ് ചെയ്യുകയാണ്. അതേസമയം പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മുഖംമൂടിയും ധരിച്ചുകൊണ്ട് ജാസ്മിൻ ശേഖറിന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. ശേഖർ ശരിക്കും അന്ധനാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ജാസ്മിന്റെ പുറപ്പാട്. അങ്ങനെ ജാസ്മിൻ ആ മുഖംമൂടിയും വെച്ച് ശേഖറിന്റെ അടുത്തേക്കൊക്കെ ചെല്ലുന്നുണ്ടെങ്കിലും ശേഖർ യാതൊരു കൂസലുമില്ലാതെ പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കാണുന്ന ജാസ്മിൻ പറയുകയാണ്, ഇനിയിപ്പോ ഇയാൾ ശരിക്കും അന്ധൻ തന്നെയാണോ, അതോ ഇയാൾ ഇനി അഭിനയം കാഴ്ചവെക്കുകയാണോ? അത്രയും പറഞ്ഞ് ജാസ്മിൻ ശേഖറിന്റെ മുഖത്തേക്ക് ഇടിക്കുന്നത് പോലെയൊക്കെ കാണിക്കുകയാണ്. ശേഖറിന്റെ കണ്ണിലിട്ട് കുത്തുന്നത് പോലെയൊക്കെ ജാസ്മിൻ കാണിക്കുന്നുണ്ടെങ്കിലും ശേഖറിന് യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല. അടുത്ത ട്വിസ്റ്റില് നീ ശരിക്കും ആരാണെന്ന് തന്നെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് ജാസ്മിൻ ഒരു കത്തി എടുക്കുകയാണ്. ശേഷം ആ കത്തിയെടുത്ത് ശേഖറിന്റെ കണ്ണിന്റെ നേരെ ജാസ്മിൻ കൊണ്ടു ചെല്ലുകയാണ്. എന്നിട്ടും ശേഖറിൽ നിന്നും യാതൊരു അനക്കവും ഇല്ലാതാകുമ്പോ ജാസ്മിൻ പറയുകയാണ്, ഇയാൾ ശരിക്കും അന്ധൻ തന്നെയാ. ഞാൻ എന്തൊക്കെ ചെയ്തു നോക്കി, അപ്പോ ഇയാള് മനഃപൂർവ്വമല്ല എന്റെ പ്ലാനൊക്കെ ഫ്ലോപ്പ് ആക്കിയത്. അത്രയും പറഞ്ഞുകൊണ്ട് ജാസ്മിൻ തന്റെ മുഖംമൂടിയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ജാസ്മിൻ പോയതിനു പിന്നാലെ തന്റെ കണ്ണാടി ഊരിമാറ്റി പൊട്ടിച്ചിരിക്കുകയാണ് ശേഖർ. പിന്നീട് കാണിക്കുന്നത് വിപിനെയാണ്. വിപിൻ വീട്ടിലേക്ക് വരുമ്പോ പാറു ചോദിക്കുകയാണ്, എന്താ വിപിൻ, ഞാൻ പറഞ്ഞത് വാങ്ങിയായിരുന്നോ? പാർവതി പറഞ്ഞ പിന്നെ മസ്റ്റായിട്ട് അത് വാങ്ങിയിരിക്കും, അതാ വിപിൻ എന്ന് പറഞ്ഞ്
വിപിൻ പാറുവിനെ കവറേൽപ്പിക്കുമ്പോൾ പാറു പറയുകയാണ്, എന്നെ ഏൽപ്പിക്കണ്ട, വിപിൻ തന്നെ കൊടുത്താൽ മതി. വിപിൻ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷമാകുമെന്ന് പാറു പറയുമ്പോൾ പാറുവിന്റെ ഒപ്പം ശേഖറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് വിപിൻ. പിന്നീട് കാണിക്കുന്നത് ശേഖറിനെയാണ്. ശേഖർ മനസ്സിൽ പറയുകയാണ്, ആ ജാസ്മിനെ എന്താണെങ്കിലും സൂക്ഷിക്കണം. തലനാരിഴയ്ക്ക ഇന്ന് അവളുടെ അടുത്ത് നിന്നും രക്ഷപ്പെട്ടത്. അതേസമയം മുത്തശ്ശ എന്ന് വിളിച്ചുകൊണ്ട് പാറുവും വിപിനും അങ്ങോട്ടേക്ക് വരികയാണ്. എന്റെ ഒപ്പം ഒരാളും കൂടിയുണ്ട് മുത്തശ്ശ എന്ന് പാറു പറയുമ്പോൾ ശേഖർ പറയുകയാണ്, മോളുടെ ഒപ്പം വന്നതുകൊണ്ട് തന്നെ നല്ല സ്വഭാവമുള്ള ആരെങ്കിലും ആയിരിക്കും എന്ന് പാറു വിപിനോട് ആ ഷർട്ട് കൊടുക്കാൻ പറയുമ്പോൾ അത് തുറന്നു നോക്കിയിട്ട് ശേഖർ പറയുകയാണ്, എനിക്കിഷ്ടപ്പെട്ടു, അല്ലെങ്കിലും വെള്ള കളറ് എനിക്ക് വലിയ ഇഷ്ടമാ. ഇത് കേൾക്കുന്ന വിപിനും പാറുവും ചോദിക്കുകയാണ്, അതിനിത് വെള്ള കളറാണെന്ന് മുത്തശ്ശൻ എങ്ങനെ മനസ്സിലായി? അത് പിന്നെ മോനെ, മുത്തശ്ശന് വെള്ള നിറമാ ഇഷ്ടം. അപ്പോ മുത്തശ്ശൻ ഒന്ന് പ്രവചിച്ചു നോക്കിയതാ, എന്താ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് വിപിൻ പറയുന്നു. പാറുവും വിപിനും അവിടെ നിന്ന് പോവുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ വീട്ടിൽ പിറന്നാളിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നതാണ്. എല്ലാം കണ്ടിട്ട് പ്രതാപം പറയുകയാണ്, അലങ്കാരങ്ങളൊക്കെ കുറച്ചുകൂടി ആക്കാമായിരുന്നു ചേച്ചി. എന്താണെങ്കിലും അവന്റെ അവസാനത്തെ പിറന്നാൾ ആഘോഷമല്ലേ, ഇത് തന്നെ കൂടുതലാ പ്രതാപം പറയുകയാണ്. അലങ്കാരങ്ങളുടെ മുന്നില് അവന്റെ കത്തിക്കരിഞ്ഞു കിടക്കുന്ന ബോഡി കാണാൻ നല്ല രസമായിരിക്കും ചേച്ചി. അതേസമയം ഗോപിനാഥിനെ വീൽ ചെയറിലിരുത്തിക്കൊണ്ട് പാറുവും വിശാലും അങ്ങോട്ടേക്ക് വരികയാണ്. ഈ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. കൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.